രാധാകൃഷ്ണൻ സാർ, ഗാന്ധി ഗുരു ദർശനത്തിൻ്റെ നൂറ്റാണ്ടിൻ്റെ ധന്യതയിലാണ് നമ്മൾ. ഈ ധന്യനിമിഷത്തിൽ ഈ സമാഗമത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. ഗുരുദേവ ദർശനമാണ് ഭാരതത്തെ നയിക്കുന്നത് എന്ന് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ പറഞ്ഞു വെക്കുന്നു. അത് വെറുതെയല്ല, അദ്ദേഹം കൃത്യമായി അതിന് ഉദാഹരണങ്ങളും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷണം അങ്ങും ശ്രദ്ധിച്ചു കാണും എന്നറിയാം. അതായത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദർശനം അത് കേരളത്തിൽ ഒതുങ്ങുന്നതല്ല, ഭാരതത്തിൽ ഒതുങ്ങുന്നതല്ല, ആഗോള തലത്തിൽ തന്നെ ഉയർത്തിക്കാട്ടാവുന്ന ഭാരതത്തിൻ്റെ ദർശനം. അതാണ് ഇങ്ങ് ശിവഗിരിയിൽ നിന്നും ഉയർന്നു കേട്ടത് എന്ന് പ്രധാനമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നു. എങ്ങനെ കാണുന്നു ഈ സമാഗമത്തിൻ്റെ ഈ നൂറ്റാണ്ടും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ? ഒരു നൂറ്റാണ്ട് മുൻപ് രണ്ട് അദ്വൈത വേദാന്തികൾ ഒരുമിച്ച് ചേർന്ന് അന്ന് അടിമയായിരുന്ന ഒരു മഹാരാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ, അതിനെന്തെല്ലാം ചെയ്യണം എന്ന് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ അനുസ്മരണമാണ് ഇന്ന് വിജ്ഞാൻ ഭവനിൽ നടന്നത്. രണ്ടുപേരും ഭേദവിചാരത്തിന് അതീതമായ ഒരു ജീവിത രീതി ഉണ്ടാക്കിയെടുക്കാനാണ് പരിശ്രമിച്ചത്. അതുകൊണ്ടാണ് ജാതിഭേദവും മതദ്വേഷവും പാടില്ല എന്ന് ഗുരുദേവൻ പറഞ്ഞത്. ഭേദവിചാരം എവിടെ വന്നു കഴിഞ്ഞാലും അവിടെ തീർച്ചയായിട്ടും സ്പർദ്ധയുണ്ടാകും. ആ സ്പർദ്ധയുടെ അടിസ്ഥാനത്തിൽ സംഘർഷവും നാശവും ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ജാതി മത ഭേദങ്ങൾക്കും ദ്വേഷങ്ങൾക്കും അതീതമായി മനുഷ്യന് സംഗമിക്കാവുന്ന ജീവിത സന്ദർഭങ്ങൾ നമ്മുടെ രാജ്യത്ത് ഈ ലോകത്തുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടാണ് ആ രണ്ടുപേരും ഒരുമിച്ചത് എന്നുള്ളതാണ് വസ്തുത. ഇന്നും ഈ മഹാരാജ്യം നിലകൊള്ളുന്നത് ജാതി മത വർഗ രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായ ഒരു ജീവിത വ്യവസ്ഥ ലോകത്താകെ ഉണ്ടാകണം എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ന് ഭാരതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഭാരതത്തിന് ഏറ്റവും മഹനീയമായ നേതൃത്വം നൽകി ലോകവേദിയിൽ ഭാരതത്തിൻ്റെ മഹാസംസ്കാരത്തെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടി സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് നരേന്ദ്രമോദിയെ മറ്റ് ഭരണകർത്താക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഘടകം. അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കർമ്മശേഷിയും ഈ പ്രപഞ്ചത്തിൻ്റെ ശ്രേയസ്സിനായി സമർപ്പിക്കുന്നു എന്നതാണ് വസ്തുത. തൻ്റെ കർമ്മഭൂമി ഭാരതമാകുമ്പോൾ തന്നെ ആ ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഭാരതത്തിൻ്റെ ഈ അദ്വൈത സങ്കല്പം, ഭാരതത്തിൻ്റെ ഈ ക്ഷേമസങ്കല്പം, ഭാരതത്തിൻ്റെ ഈ ഐശ്വര്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന തത്വം, അതായത് നമ്മുടെ സനാതന ധർമ്മബോധം, അത് ലോകത്തിന് വഴികാട്ടിയായി തീരും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, മഹാത്മാഗാന്ധി പറഞ്ഞത്. ആ രണ്ടുപേരുടെയും ജീവിത സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് ലോകത്തിന് മാർഗദർശനം നൽകിക്കൊണ്ട് ഭാരതവും അതിൻ്റെ നേതാവായ മോദിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. നമ്മൾ എവിടെയൊക്കെ ജാതിയല്ല ഗുരുദേവൻ ജാതി ഭേദം ഇല്ലാതെ ആക്കണം എന്നാണ് പറഞ്ഞത്. ഭേദവിചാരം പുറത്തല്ല, മനുഷ്യൻ്റെ അകത്താണ്. മനുഷ്യൻ്റെ അകത്ത് നിന്ന്, മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും ഭേദവിചാരത്തെ അപ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി, അതിനെ നിരാകരിക്കുന്നതിന് വേണ്ടി കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, ജാതി ജടിലമായ ഒരു സമൂഹത്തിൽ അതിനെതിരെ നിരായുധനായി ഏറ്റവും സുശക്തമായി ധർമ്മസമരം നടത്തി എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സവിശേഷത. അത് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം വലിയ കവിയാണ്, വലിയ ദാർശനികനാണ്, വലിയ സാമൂഹിക പരിഷ്കർത്താവാണ്. വലിയ രീതിയിൽ മനുഷ്യനെ ഏകോപിപ്പിക്കാനും അവരെയെല്ലാം നന്മയിലേക്ക് നയിക്കാനും കെൽപ്പ് തെളിയിച്ച മഹാമനീഷിയാണ്.
അത് തന്നെയായിരുന്നു ഗാന്ധിയും എന്ന കാര്യം നാം മറക്കരുത്. ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തെ പ്രതിഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിലെ നാനാജാതി മതസ്ഥരെയും അവരുടെ ജാതിഭേദത്തിനും മതദ്വേഷത്തിനും അതീതമായി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യ മനസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചു എന്നതാണ് ഗാന്ധിയെ ശ്രദ്ധേയനാക്കുന്ന ഘടകം. അദ്ദേഹവും ഒരു സന്യാസിയായിരുന്നു എന്നതാണ് വസ്തുത. ഭഗവത്ഗീതയ്ക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതി, ഗീതാ സന്ദേശങ്ങളും ഗീതാ പ്രഭാഷണങ്ങളും നടത്തി. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യത്തെ മുഴുവൻ ശ്രീനാരായണ ഗുരു എന്ന പോലെ മഹാത്മാഗാന്ധിയും ഉൾക്കൊണ്ട് ആ രണ്ടു പേരുടെയും ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നത് എന്നതും സവിശേഷതയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ലോകരക്ഷയ്ക്കുള്ളൊരു മാർഗമാണ് ഗുരുദേവ ദർശനം എന്ന് പറയുന്നത്. കാരണം അത് അദ്വൈതത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അത് ഭേദവിചാരത്തെ നിരാകരിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതാണ്. അതിൽ ദ്വേഷവും സംഘർഷവുമില്ല, അതിൽ സമന്വയവും ശാന്തിയുമാണ്. ആ സന്ദേശം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു എന്ന നമ്മുടെ വേദസങ്കല്പത്തിൻ്റെ സാരാംശം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരുദേവനും മഹാത്മാഗാന്ധിയും ഇപ്പോൾ മോദിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ത്രിവേണി സംഗമത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് ഇന്ന് നാം നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് കണ്ടത്. അത് ഇത്തരത്തിലൊരു ആഘോഷം അവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത സച്ചിദാനന്ദ സ്വാമികളെയും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കട്ടെ. അതെ, ഒരു ത്രിവേണി സംഗമം തന്നെ നൂറ്റാണ്ടിൻ്റെ സ്മരണയിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് ഒരു ത്രിവേണി സംഗമം തന്നെയാണ് ഇന്ന് നടന്നത് എന്ന് തന്നെയാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ MV നടേശൻ കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ MV നടേശൻ, നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിലുള്ള സമാഗമം, അതിനുശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ മഹാത്മാഗാന്ധിജി കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, അല്ലെങ്കിൽ മറ്റ് ചില സാമൂഹിക പരിവർത്തനങ്ങൾ, അയിത്തോച്ചാടനം, സാമൂഹിക തിന്മയ്ക്കെതിരായ പോരാട്ടം തുടങ്ങിയവയെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അത് തന്നെയാണ് ഗുരുദേവന് മുന്നോട്ട് വെച്ചത്. ജാതി വ്യവസ്ഥയ്ക്കെതിരെയുള്ള ഗുരുദേവൻ്റെ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രത്യേകിച്ചും കണ്ണാടി പ്രതിഷ്ഠ പോലെയുള്ള വിപ്ലവാത്മകമായ നടപടികൾ ഗുരുദേവൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് തന്നെ മഹാത്മാഗാന്ധി തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിലും അതൊക്കെ വിളക്കി ചേർത്തു. അയിത്തോച്ചാടനം, അതേപോലെ തന്നെ ഹരിജന ഉദ്ധാരണം, ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റി. അപ്പോൾ ഗുരുദേവൻ്റെ ദർശനങ്ങൾ കൃത്യമായി മഹാത്മാഗാന്ധിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കൃത്യമായി സ്വാധീനിച്ചു എന്ന് വളരെ വ്യക്തമല്ലേ? കാരണം ഗുരുദേവൻ മുന്നോട്ട് വെച്ച ആശയങ്ങളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിൽ അതെല്ലാം കൊണ്ടുവന്നു എന്ന് കാണുമ്പോൾ ഡോക്ടർ MV നടേശൻ ഗുരുദേവ ദർശനങ്ങൾ ഗാന്ധിജിയെ സ്വാധീനിച്ചു എന്ന് വ്യക്തമല്ലേ? ഡോക്ടർ KS രാധാകൃഷ്ണനിലേക്ക് തന്നെ ഈ ചോദ്യം രാധാകൃഷ്ണൻ സാറിലേക്ക് തന്നെ പോകുകയാണ്. രാധാകൃഷ്ണൻ സാർ, നമ്മുടെ ചർച്ചയിൽ മറ്റ് അതിഥികളുമുണ്ട്. രാധാകൃഷ്ണൻ സാർ, ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത് തന്നെ, അതായത് അയിത്തോച്ചാടനം, പ്രത്യേകിച്ചും ജാതി വ്യവസ്ഥയ്ക്കെതിരായ പോരാട്ടം, മതപരിവർത്തനത്തിനെതിരായ ചിന്താഗതികൾ, ഇതൊക്കെ ഗാന്ധിജി തൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ അത്തരം പോരാട്ടങ്ങൾ കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൽ നിന്നും ഉണ്ടായ സ്വാധീനം എന്ന് വ്യക്തമല്ലേ ഡോക്ടർ KS രാധാകൃഷ്ണൻ? തീർച്ചയായിട്ടും ഒരു അദ്വൈത വേദാന്തിയുടെ മനസ്സിൽ സ്വാഭാവികമായി ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കൂടിയാണ് അവ എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കട്ടെ. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും അദ്വൈത വേദാന്തികളായിരുന്നതുകൊണ്ടും ശ്രീനാരായണ ഗുരുദേവൻ ഇത്ര ജടിലമായി നിൽക്കുന്നൊരു സമൂഹത്തിൽ അതിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് അറിഞ്ഞ് അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നതുകൊണ്ടും കൂടിയാണ് ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അയിത്തോച്ചാടനം വന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം ഈ ജാതിഭേദ വിചാരത്തിൻ്റെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ തരംതിരിച്ച് നിർത്തുന്നതിനെതിരെയും
നടന്ന ഏറ്റവും പാൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നടന്ന ഏറ്റവും വലിയ സമരം നമ്മുടെ ദേശീയ പ്രസ്ഥാനം നടത്തിയ സമരം തന്നെയായിരുന്നു. എന്ന് മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ മഹാത്മാഗാന്ധി കാളകൂട വിഷം എന്നാണ് മതപരിവർത്തനത്തെ വിശേഷിപ്പിച്ചിരുന്നത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുമാരനാശാൻ മതപരിവർത്തന രസവാദം എന്ന് പറയുന്ന ഒരു ദീർഘപ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹ ആശീസ്സുകളോടു കൂടിയാണ് അദ്ദേഹം ആ പ്രബന്ധം എഴുതി പ്രസിദ്ധീകരിച്ചത്. അതിൽ ഗുരുദേവൻ്റെ വാദഗതികളെ സംക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, മതഭേദ പരികൽപ്പന വന്നാൽ മാത്രമാണ് മതപരിവർത്തനം വരുന്നത് എന്നാണ്. ഗാന്ധിയും അതുതന്നെ പറയുകയും മതപരിവർത്തനത്തെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്തു എന്നതാണ് വസ്തുത. മഹാത്മാഗാന്ധിയെ ക്രിസ്തുമതത്തിലേക്കും ഇസ്ലാമിക മതത്തിലേക്കും പരിവർത്തനം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയവരുണ്ടായിരുന്നു. അവരോടെല്ലാം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഏത് മതത്തിൽ നിന്നാലും ആ മതത്തിൻ്റെ സാരാംശത്തിനൊത്ത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ മതത്തിന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയും എന്നാണ്. ഇതുതന്നെയാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറയുമ്പോഴും അർത്ഥമാക്കുന്നത്. ഗുരുദേവൻ്റെ ആ സന്ദേശത്തിൽ എല്ലാ മതങ്ങളിലും മനുഷ്യന് നന്നാകാനുള്ള സന്ദേശമുണ്ട്. അതാണ് ഒരു മതത്തിൽ നിന്ന് ഏതൊരാളും ഗ്രഹിക്കേണ്ടത് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. മഹാത്മാഗാന്ധിയും അതുതന്നെയാണ് പറഞ്ഞത്. എല്ലാ മതങ്ങളിലും അദ്ദേഹത്തിൻ്റെ സർവ്വമത പ്രാർത്ഥന വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം ഓരോ മതങ്ങളെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എല്ലാ മതങ്ങളിലും മനുഷ്യന് നന്മയിലേക്കും ശ്രേയസ്സിലേക്കും പുരോഗതിയിലേക്കും നയിക്കപ്പെടാൻ ആവശ്യമായ സന്ദേശങ്ങളുണ്ട് എന്നും ആ സന്ദേശം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മതം മാറേണ്ട ആവശ്യമില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന പ്രഖ്യാപനം തന്നെയാണ് മതപരിവർത്തനത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായ താക്കീതും ഏറ്റവും ശക്തമായ പ്രചാരണവും. അതെ, മഹാത്മാഗാന്ധിയും അതുതന്നെയാണ് ചെയ്തത്.